അപ്പോൾ ബിഗ് ബോസിന്റെ പ്രൊമോ രാത്രി പുലർച്ചെ തന്നെ പ്രൊമോ ഒക്കെ ഇറക്കി. കാരണം ഗബ്രി ജാസ്മിനെ തേക്കുന്നു, പ്രണയം നിരസിക്കുന്നു, നിന്നെയൊന്നും എനിക്ക് കെട്ടാൻ വയ്യ എന്ന് പറയുന്നു. അങ്ങനെയുള്ളൊരു പ്രൊമോ ഒക്കെയാണ് കൊടുത്തത്. എല്ലാവരും കണ്ടു കാണും. സോ ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവരുടെ പ്രണയ നാടകം നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതില് ഈ വരുന്ന ഇപ്പൊ ഞായറാഴ്ച വന്നാൽ 50 ദിവസമാണ്. ജാസ്മിൻ ഗബ്രി അങ്ങനെ ജബ്രി അവരുടെ ഗെയിമില് 50 ദിവസം നമ്മൾ കണ്ടത് ലവ് ട്രാക്ക്. ഇനി അവരുടെ നമ്മളോട് കാണിക്കാൻ പോകുന്നത് ബ്രേക്കപ്പ് ട്രാക്ക്. അല്ല നോക്കണേ, അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യം പറയട്ടെ. ഇപ്പൊ ജാസ്മിൻ ഗബ്രി എല്ലാവർക്കും അറിയാം, ഇവർ വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്തു വന്നു, എങ്ങനെയൊക്കെയോ അവർ ഇഷ്ടമാണ് പ്രണയമല്ല എന്നൊക്കെ പലയിടത്ത് പറയുന്നെങ്കിലും കയ്യിൽ നിന്ന് പോയ സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതില് നമ്മൾ ഈ ഗബ്രിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ റൊമാൻസ് ഫീൽ ചെയ്യുന്ന, മൈൻഡിലൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്ന പോലെ തന്നെ ജാസ്മിനോടുള്ള ആ നോട്ടവും ഭാവങ്ങളും ഒക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതേപോലെ ഈ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഒരുപാട് ജാസ്മിൻ തകർന്ന സമയത്തും ഒരു വൈകുന്നേരം ആ ഒരു ബീൻ ബാഗിൽ ഇരുന്ന് ജാസ്മിന്റെ കൈ പിടിച്ച് ജാസ്മിൻ പറയുന്ന ഒരു സീന് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് വയ്യ ഗബ്രി, എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് ആരുമില്ല ഗബ്രി, ഞാൻ തനിച്ചാണ്, എൻ്റെ കുടുംബമാണ് എനിക്ക് വലുത്, ഏറ്റവും വലുത് എൻ്റെ കുടുംബമാണ്, പക്ഷെ എനിക്കിപ്പോൾ അറിയുന്നില്ല എന്നൊക്കെ. നിങ്ങൾ വൈൽഡ് കാർഡ് വന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ജാസ്മിൻ ഇങ്ങനെ തകർന്ന് ഈ ഗബ്രിയുടെ കൈ പിടിച്ച് ബീൻ ബാഗിൽ ഇരിക്കുകയാണ് രണ്ടുപേരും. അപ്പം അങ്ങനെ പറയുന്ന ഒരു സീനുണ്ട്. അതിൽ ഗബ്രി പറയുന്നുണ്ട്, ഭയങ്കര ഫീൽ ചെയ്തിട്ടാണ് ഗബ്രിയുടെ മറുപടി, നിനക്ക് ആരുമില്ലെങ്കിലും ഞാനുണ്ടാവും, ഇവിടുന്ന് പുറത്തു പോയിട്ടാണെങ്കിലും എല്ലാ അർത്ഥത്തിലും എന്ന് പറയുന്ന ഒരിതുണ്ട്. അത് എത്രയോ ട്രോളുകളായിട്ടും വീഡിയോസ് ആയിട്ടൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അന്ന് ഗബ്രി കൊടുത്തത്, ഏത് പ്രതിസന്ധിയിലും എല്ലാ അർത്ഥത്തിലും ഞാൻ കൂടെ ഉണ്ടാകും, ഞാനുണ്ട്, നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ, ഞാനുണ്ടാകും നിനക്ക് എന്ന് പറഞ്ഞൊരു ഗബ്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരും മറന്നിട്ടില്ല, 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ, ആരും മറന്നു കാണില്ല. സോ അപ്പൊ അതിനുശേഷം സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ കാണിക്കുന്നതിലും ഇവരുടെ റിയൽ, അതായത് ഗബ്രിയുടെ ഭാഗത്ത് പുറത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല, റിയലായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ അവരത് തുറന്ന് പറഞ്ഞില്ല. റസ്മിൻ പനിയായി പുറത്തുപോയി വന്ന് അവിടുന്ന് എങ്ങനെയായാലും ആരെങ്കിലും വഴിയെല്ലാം ഏതെങ്കിലും ഒരു ഇതില് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. പുറത്തു പോയവർക്ക് ഇത് അറിയാൻ കഴിയും ഏതെങ്കിലും ഒരു വിധത്തിലും. അതറിഞ്ഞു സംഭവം. അതാണ് ജിൻഡോ പറഞ്ഞ ആ കത്ത് മാറ്റർ. അതറിഞ്ഞു. അതായത് അർജുൻ ശ്രീതു അത് നല്ല ക്യൂട്ടായിട്ട് എല്ലാവരും എന്താ പറയാ, നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ട് ഒരു പ്രണയം വെളിയിൽ പോകുന്നുണ്ട്. അതെല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അർജുനും ശ്രീതുവിനും ഫാൻസ് ഉണ്ട്. പക്ഷെ ജാസ്മിൻ ഗബ്രി കോംബോ എല്ലാവരും വെറുക്കുന്നു, വളരെ നെഗറ്റീവാണ് എന്നുള്ളത് ജാസ്മിനും ഗബ്രിയോടും എങ്ങനെയെങ്കിലും റസ്മിൻ അത് പറയണമായിരുന്നു. അപ്പൊ അവരൊരു കത്ത് എഴുതി വെച്ച് അങ്ങനെയാണ് അത് അറിയിച്ചത്. അറിഞ്ഞു ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നവർ പൊട്ടന്മാരാകും. റസ്മിൻ അത് അറിയിച്ചിട്ടുണ്ട്. സോ അതിനുശേഷമാണ് ഇപ്പോൾ ഈ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഗബ്രിയും ജാസ്മിനും തമ്മിൽ 2 ടീമായി. അപ്പൊ പഴയ പോലെ രാത്രി ലൈവിലൊന്നും ഇവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. എങ്കിലും അവർ മാക്സിമം അവർ ഒന്നിച്ചിരിക്കുന്നുണ്ടെങ്കിലും ടാസ്കുകളും റൂമും എല്ലാം വേറെ ആയതുകൊണ്ട് അതിനൊക്കെ ഒരു പരിമിതികളും വന്നു. സോ എന്നാലും അവർ രണ്ടുപേരും തന്നെയായിട്ട് തന്നെ നല്ല ഒരു കൂട്ടായിട്ടും അവരുടേതായ ഒരു ഇഷ്ടത്തോടെയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് റസ്മിന്റെ ഇത് അറിയുന്നത്. ഇടയിലാണല്ലോ റസ്മിൻ വയ്യാതെ പോയിട്ട് തിരിച്ചു വരുന്നത്. ഇത് അറിയുകയും അതുകൊണ്ടാണോ ഇപ്പൊ ജാസ്മിൻ ഇതൊക്കെ ആലോചിച്ചിട്ട്, കാരണം അത്രയും എന്തൊക്കെയോ പ്രതീക്ഷകളായിട്ട് വന്ന ആ ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് ആ ഒരു ട്രാക്കിൽ തന്നെ ഇപ്പൊ ഗബ്രി പതറിയാൽ പോലും ജാസ്മിൻ പതറാതെ പിടിച്ച് ആ വിഷയത്തിൽ ജാസ്മിൻ വളരെ സ്ട്രോങ് ആണ്, പറയാതിരിക്കാൻ വയ്യ. ജാസ്മിൻ വളരെ സ്ട്രോങ് ആണ്, അത് കൊണ്ടുവന്നു. പക്ഷെ ഇത്രയും നെഗറ്റീവാണ്. സായി പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു, പക്ഷെ ഇത്രയ്ക്കും ഇങ്ങനെയാണ് എന്നുള്ളത് ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല. അപ്പൊ രസ്മിൻ പറഞ്ഞോടുകൂടി അത് മൊത്തത്തില് വെളിയിൽ അത്രയും ബാഡായിട്ടാണ് പോകുന്നതെന്നുള്ളതോടുകൂടി അറിഞ്ഞതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു പനി വന്ന് ആൾക്ക് വയ്യാതെ ശരീരത്തിന് പനിയുടെ ലക്ഷണങ്ങളിലും ഉണ്ടാകും. പക്ഷെ മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരാളെ തകർത്ത് കളയാൻ പറ്റുന്ന ഒരു വാക്ക്, നമ്മുടെ സിബിനൊക്കെ ആയ പോലെ അങ്ങനെയൊക്കെ ഇത് ആയതുകൊണ്ടിരിക്കും. കാരണം അത്രയും മെന്റൽ സ്ട്രോങ് ആണ്
ജാസ്മിൻ. നമ്മൾ ഈ ഷോ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഞാനിപ്പോ ജാസ്മിന്റെ ഗെയിമൊന്നും എനിക്ക് ഇഷ്ടമൊന്നുമല്ല, എന്നാലും നമ്മൾ പറയണ പല പ്രതിസന്ധികളിലും ഈ 23 വയസ്സുള്ള പെൺകുട്ടി തകർന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ ഒന്ന് തകർന്ന ഇത്രയും ഈ ഒരു പനിയുടെ ലെവലിൽ ഇങ്ങനെ കിടന്ന് ഇത്രയും ഇതാകണമെങ്കിൽ ഈ ഒരു സംഭവം കൂടെ അറിഞ്ഞിട്ടാണ്. സോ അറിയുന്നു പനിയുമായി, അതായത് ക്ഷീണം ഉണ്ടാകും, അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ആവുമ്പോൾ കുറച്ചുകൂടി ടയേർഡായി, പനിയായി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഗബ്രിയോട് അതായത് വെളിയിലെ സംഭവങ്ങൾ അറിഞ്ഞു. ഇനി ഗബ്രിയുടെ മനസ്സിൽ നിന്ന് അത് അറിയണം. രശ്മിനെ ഇരുത്തിക്കൊണ്ട് ജാസ്മിൻ അത് ചോദിക്കണം. ഇനിയിപ്പോൾ ഉള്ളത് ഇപ്പൊ സത്യങ്ങൾ ജാസ്മിനും അറിഞ്ഞു, ഗബ്രിയും അറിഞ്ഞു. ഇനിയിപ്പോ എങ്ങനെയാണ് അടുത്ത് മുന്നോട്ട് പോകുന്നത്? ശരിക്കും ഗബ്രിക്ക് ഇനി എന്നോട് സ്നേഹമുണ്ടോ, എന്താണ് അത് അറിയണം. അങ്ങനെയാണ് ഈ വാഴത്തോട്ടത്തിൽ വിളിച്ചിരുത്തി ഗബ്രിയോട് പോയിട്ട് എന്താണ് രശ്മിന്റെ മുൻപിൽ തന്നെ അറിയാനുള്ള ശ്രമിക്കുകയാണ്, നിനക്ക് എന്നോട് എത്രയ്ക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത്. അതിനാണ് ജാസ്മിൻ പറയുന്നത് എനിക്ക് ഇവനോട് ഇഷ്ടമാണ്. കാരണം നേരത്തെ ഗബ്രിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ജാസ്മിൻ ഇഷ്ടമാണ്, പക്ഷെ അത് പ്രണയമല്ല. അന്ന് ഗബ്രിക്കുള്ള അത്രയും ഒരു എന്താ പറയാ ഇഷ്ടം ജാസ്മിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ ജാസ്മിന് പുറത്ത് ഒരാൾ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടും ഒരു 50-50 ആയിരിക്കും, അല്ലെങ്കിൽ അത് വിട്ടാൽ ഇത് എന്നുള്ളതൊക്കെ ആയിരിക്കാം. പക്ഷെ ഇപ്പോ ഗബ്രിക്ക് നല്ലൊരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ പോലും വെളിയിൽ നെഗറ്റീവ് അറിഞ്ഞതോടുകൂടി ചെറിയൊരു മാറ്റം വന്നതായിട്ട് ജാസ്മിൻ അറിഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് ഈ വാഴത്തോട്ടത്തിൽ വെച്ച് രശ്മിനെയും കൂടിയിരുത്തി ഗബ്രിയുടെ മനസ്സറിയാനായിട്ട് ശ്രമിക്കുന്നതും ഗബ്രിയെ ട്രിഗർ ചെയ്യുന്നതും. അതായത് എനിക്ക് ഇവനോട് ഇഷ്ടമാണ്, എനിക്ക് ഇപ്പോഴും ഇഷ്ടമുണ്ട്, നേരത്തെയും ഇഷ്ടമാണ്, എനിക്ക് ഇപ്പോഴും ഇഷ്ടമുണ്ട് എന്നത് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഗബ്രിയുടെ വായിന്ന് എന്താണ് വരുന്നത് എന്നുള്ളത് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ട്രിഗർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഗബ്രി പറയുന്നത് എന്താ, എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? പുറത്തുപോയി നിന്നെ കല്യാണം കഴിച്ച് അങ്ങനെ ഇരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഇഷ്ടമാണ്, അത്രയേ ഉള്ളൂ. അതൊരു പ്രണയമൊന്നുമല്ല. എനിക്ക് നിന്നെ കെട്ടാനും പറ്റില്ല. നൈസായിട്ട് ഗബ്രി തേച്ചു. ഇതൊട്ടും ജാസ്മിൻ പ്രതീക്ഷിച്ചില്ല. കാരണം ജാസ്മിൻ ഗബ്രി ആ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ പുറകെ നടന്നപ്പം ജാസ്മിനും എന്നോട് തന്നെയാണല്ലോ അവൻ ഇഷ്ടം എന്നുള്ളത് വിചാരിച്ചു. പക്ഷെ വെളിയിലെ സംഭവങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എവിടേക്കോ ചെറിയ ഈ ഇടപഴകലുകളിൽ ചെറിയ വ്യത്യാസം ഗബ്രി കാണിച്ചിരിക്കാം. അപ്പൊ ആ ഒരു അകൽച്ച വന്നു കഴിഞ്ഞപ്പോൾ ജാസ്മിന് അയ്യോ ഗബ്രി ഇനി എന്നെ വിട്ടു പോകുകയാണോ, ഇനി പൂർണ്ണമായിട്ടും വെളിയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇനി എന്നെ വിട്ടു പോകുമോ എന്നുള്ളത്. ഒരാൾ അകന്നു പോകുമ്പോഴാണല്ലോ നമുക്ക് നഷ്ടങ്ങൾ അറിയുന്നത്. നമ്മളെ തേടി വരുമ്പോൾ നമുക്ക് അതിനൊന്നും ഒരു വിലയുണ്ടാവില്ല. പക്ഷെ നമ്മളെ തേടി വരുന്ന ഒരാള് നമ്മളിൽ നിന്ന് അകലുന്നു എന്ന് കാണുമ്പോഴാണ് അവരുടെ വില മനസ്സിലാക്കുന്നത്. സോ എല്ലാവരുടെയും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നതാണ്. സോ അപ്പോൾ ജാസ്മിൻ ഇതെങ്ങനെയെങ്കിലും ഗബ്രിയുടെ വായിൽ നിന്ന് അറിയണം. അതിനൊരാളും കൂടി കൂട്ടുപിടിക്കണ്ടേ. അവർ രണ്ടുപേർക്ക് ഇടയിൽ എപ്പോഴും എല്ലാ പ്രതിസന്ധിയിലും കൂട്ടുണ്ടായിരുന്നതും രശ്മിനാണ്. പുറത്തെ കാര്യങ്ങൾ ഇപ്പൊ പോയി അറിയിച്ചതും രശ്മിനാണ്. അതാണ് രശ്മിനെ കൂട്ടുപിടിച്ച് അവിടെ ജാസ്മിൻ ഗബ്രിയുടെ മനസ്സറിയാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അവിടെ നൈസായിട്ട് ഗബ്രി തേച്ചു. ഇതൊരിക്കലും ജാസ്മിൻ പ്രതീക്ഷിച്ചു കാണില്ല. അതുകൊണ്ടാണ് ജാസ്മിൻ പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ആ സത്യം എന്തായിരുന്നു സത്യം, ഇപ്പൊ നീ അതല്ല എന്നാക്കി എന്നൊക്കെ ജാസ്മിൻ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയാതെ പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ പലയിടത്തും ഒരുപക്ഷെ നമ്മളൊന്നും കേട്ട് കാണില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൈക്കൂരി വെച്ച സമയത്ത് കൈമാറിയതായിരിക്കാം ആ വാക്കുകളും. അത് ചിലപ്പോൾ നമ്മുടെ ലൈവിലോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇതുവരെ പോലെ ഒന്നും ശ്രദ്ധിച്ചു കാണില്ല. അപ്പൊ അവർ പറഞ്ഞ ഒരു ബന്ധമായിരിക്കാം പുറത്തു പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഭാവി പരിപാടികളെല്ലാം തീരുമാനിക്കുക എന്നുള്ളതെല്ലാം അവർ പറഞ്ഞു കാണും. ഇതൊക്കെയാണ് ഇത്രനാളും പറഞ്ഞ ഒരു സത്യം ഇപ്പൊ അതല്ലാതായി എന്നുള്ളത് ജാസ്മിൻ എടുത്തു പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ജാസ്മിൻ പനിയായി കിടന്നപ്പോഴൊക്കെ ഗബ്രി എല്ലാവരും അടുത്തു പോകുന്ന പോലെ ഗബ്രി പോയി അടുത്തൊക്കെ ഇരിക്കുന്നുണ്ട്, രശ്മിൻ പോയി അടുത്തിരിക്കുന്നുണ്ട്, വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് വൈറൽ ഫീവർ ആണ്, സോ അടുത്ത ആരും ഇരിക്കരുത്, ജാസ്മിനെ തനിച്ചുവിടും, റൂമിൽ നിന്ന് എല്ലാവരും പുറത്തു പോകുമോ എന്ന് പറയുമ്പോഴും ഗബ്രി പുറത്തു പോകുന്നുണ്ട്. പിന്നെ ആ ഒരു ക്യാമറയുടെ ഒരു ഗ്യാപ്പിലൂടെ നോക്കിയിട്ട് ഡു യു ലവ് മീ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഹാർട്ടൊക്കെ കാണിച്ചുകൊണ്ട് ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിന്റെ മനസ്സിൽ എത്രത്തോളം ഗബ്രി ഉണ്ട് എന്നുള്ളത് ഗബ്രി അറിയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും. കാരണം ഇപ്പൊ വയ്യാതെ ഒരാള് അകത്ത് തനിച്ച് കിടക്കുമ്പോൾ ഒരുപാട് ഗബ്രിയുടെ സാമീപ്യം ഒരു പക്ഷേ ജാസ്മിൻ ആഗ്രഹിച്ചു കാണാം. ആ സമയത്ത് ഇത് പകരും എന്നുള്ളത് കൊണ്ട് ബിഗ് ബോസ് തന്നെ മാറ്റി നിർത്തിയപ്പോൾ ജാസ്മിന് വീണ്ടും ഗബ്രിയുടെ സാമീപ്യം വേണം എന്നുള്ളത് ഒരു ആഴത്തിലുള്ള ഒരു ഫീലിങ്സ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കാം
ജാസ്മിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് വാക്കുകളിലൂടെയല്ല, ഇഷ്ടം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു കിസ്സൊക്കെ കൊടുത്തിട്ടാണ്, ഒരു പ്ലെയിൻ കിസ്സൊക്കെ കൊടുത്തിട്ടാണ് ഗബ്രി പോകുന്നത്. സോ അപ്പോ അതായത് ഈ അകന്നു പോകും തോറുമാണല്ലോ ആ ഇഷ്ടത്തിന്റെ മൂല്യം അറിയുന്നത്. അതുകൊണ്ട് ഈ എന്താ പറയാ, ഈ പനിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോ ജാസ്മിൻ ഒന്ന് അറിയാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഗബ്രിയുടെ വായിൽ നിന്ന് തന്നെ അറിഞ്ഞു ഇത് കെട്ടാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പോ ജാസ്മിന്റെ ലൈഫിൽ ഒരു ചോദ്യചിഹ്നം പോലെയാണ്. എന്തായാലും വെളിയിലുള്ളത് ബ്രേക്കപ്പായി, അകത്തുള്ളതും ബ്രേക്കപ്പായി. ലൈഫിൽ മൊത്തം നടക്കുന്ന ഏറ്റവും കൂടുതൽ ജാസ്മിന്റെ ലൈഫിൽ നടക്കുന്നത് ബ്രേക്കപ്പ് മാറ്ററുകളാണ്. ഇനിയിപ്പോ സിജോ അകത്ത് വരുന്നുണ്ട്, ഇതെല്ലാം വെളിയിൽ നിന്ന് കണ്ടിട്ട് വരുന്നതാണ്. ഇനിയിപ്പോ അതും കൂടെ ജാസ്മിനോ ഗബ്രിക്കാണെങ്കിലും തന്നെ ഒരു ഭയമുണ്ടാവും. കാരണം അത്രയും നെഗറ്റീവാണ് വരുന്നവരുടെ വായിൽ നിന്ന് തന്നെ അറിയുന്നത്. ആദ്യം വൈൽഡ് കാർഡ് വന്നപ്പോൾ പറഞ്ഞതിലൊന്നും അത്ര ഇത് കണക്കാക്കിയില്ല. പക്ഷെ ഇപ്പൊ റസ്മിൻ ഉറ്റ സുഹൃത്ത്, ആത്മാർത്ഥ സുഹൃത്ത് പുറത്തുപോയി വന്നപ്പോൾ കിട്ടിയ അറിവ് പറഞ്ഞപ്പോഴാണ് ഗബ്രി ഒരുപക്ഷെ നന്നായിട്ട് ആഴത്തിൽ ചിന്തിച്ചു കാണാം. ഇത് മാത്രമല്ലല്ലോ ലൈഫ്, പുറത്തിറങ്ങിയാൽ ഒരു കരിയർ ഇല്ലേ, ഒരു ലൈഫ് ഇല്ലേ, ഫാമിലി ഇല്ലേ. ഫാമിലി എന്തായാലും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ ഇനി അത് നോക്കിയില്ലെങ്കിൽ നടക്കില്ല എന്നുള്ളത് തോന്നിക്കാണും. പറയാൻ പറ്റില്ല, ഇവരൊക്കെ എപ്പോ മാറി ചിന്തിക്കുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല. അവിടെയാണ് ജാസ്മിന് ഒരു തെറ്റ് പറ്റിയതും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇനി ഗബ്രി അതായത് സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇനി രശ്മിനെ ഇരുത്തിയിട്ടാണല്ലോ പറയുന്നത്. ഇനി വേണമെങ്കിൽ ഗബ്രിക്ക് പിന്നീട് പറയാമായിരിക്കും, ഞാൻ രശ്മിനെ നിന്റെ മുൻപിലല്ലേ ഞാൻ പറഞ്ഞത് അവളോട് പ്രണയമല്ല, ഇനി കല്യാണം കഴിക്കാനൊന്നും എനിക്ക് പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഒരു ഇഷ്ടത്തിലാണ്, അങ്ങനെ പോകാം എന്ന് നിന്റെ മുൻപിലല്ലേ പറഞ്ഞത്, നീയല്ലേ സാക്ഷി ഉണ്ടായിരുന്നു എന്ന് ഗബ്രിക്ക് ഇനി ഒരിക്കൽ പറയാൻ പറ്റും, രശ്മിനെ ഇരുത്തിയത് കൊണ്ട്. സോ അവിടെ ഗബ്രി ഇനി എനിക്ക് നിന്നോട് ഒന്നുമില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ജാസ്മിനാണ് ചിന്തിക്കേണ്ടത് ഇനി എങ്ങനെ ഗെയിം മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ ഗെയിമിൽ ഈ 50 ദിവസം ലവ് ട്രാക്കും 50 ദിവസത്തിന് ശേഷം കാണുന്നത് ഒരു ബ്രേക്കപ്പ് ട്രാക്കുമായിട്ടാണ് പോകുന്നത്. സോ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചത് വെറും നാടകമാണോ, ഇനി കാണിക്കാൻ പോകുന്നതാണോ ശരിക്കും ഒരു ഡ്രാമ എന്നുള്ളതും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവരുടെ കാര്യത്തിൽ ആർക്കും ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പൊ കണ്ടവൻ അച്ചാന്ന് വിളിക്കുന്ന രീതിയിൽ ഇവർ മാറ്റി ചിന്തിച്ചാലും ചിന്തിക്കും. ഇനി ഇതും ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണോ, ഏത് രീതിയിലും വേണമെങ്കിലും ഇവര് 100% നമ്മൾ ഒരു വിഷയത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. ഗെയിമിന് വേണ്ടി എന്ത് തറവേലയും കാണിക്കും എന്നുള്ളത് നമ്മൾ ഇതിനോടകം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് നമുക്ക് 100% ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഗബ്രിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇതിപ്പോ ആരെന്ത് പറഞ്ഞാലും തന്നെ ഈ ഷോയിൽ തുടങ്ങിയ ഒരു ബന്ധം ഈ ഷോയിൽ തന്നെ ഗബ്രി ഒരു സാക്ഷി നിർത്തിക്കൊണ്ട് വെളിപ്പെടുത്തി, എനിക്ക് നിന്നെ കെട്ടാൻ പറ്റില്ല, നിന്നോട് ഇഷ്ടമുണ്ട്, പക്ഷെ അതൊരു പ്രണയമോ നിന്നെ കെട്ടി കൂടെ പൊറപ്പിക്കാനോ ഒന്നും പറ്റുന്നതല്ല, നീ അങ്ങനെ ചിന്തിക്കുകയും വേണ്ട എന്നുള്ളത് ഈ ഷോയിൽ വന്ന് മുട്ടിട്ട ആ ഒരു ഫ്രണ്ട്ഷിപ്പോ പ്രണയമോ ഒരു നാടകമോ എന്ത് തന്നെയാണ് ആണെങ്കിലും അത് ഈ ഷോയിൽ തന്നെ ഗബ്രി ബ്രേക്കപ്പ് ചെയ്തു കഴിഞ്ഞു. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു. സോ ഇനി ആരെന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ ജാസ്മിൻ ഇനി ഗബ്രി തന്നെ വേണമെന്ന് പറഞ്ഞാലും, ഇതിന് പുറത്തു പോയിട്ടാണെങ്കിലും ഇനി എന്ത് ആണെങ്കിലും ഈ ഗെയിമിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനി പറഞ്ഞാലും ഇനി പഴയ ഒരു ഗബ്രി ജാസ്മിനോട് ഇരുന്ന പോലെ ഇരിക്കുമോ എന്നുള്ളതും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇനി ഇവരെ നമ്മൾ ഒരു വിധത്തിലും നമുക്ക് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വേണം കണക്കാക്കാൻ. എന്തൊക്കെ പറഞ്ഞാലും പിന്നൊരു കാര്യമുണ്ട്, ഇവര് വെളിയിൽ നിന്ന് പറഞ്ഞുറപ്പിച്ച് വന്നിട്ടാണ് ഈ ഒരു ട്രാക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന്, ഒരു ലവ് ട്രാക്ക് കൊണ്ടുവന്ന് ഒന്നിച്ചു നിന്ന് എല്ലാ പ്രതിസന്ധിയിലും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോയി ഒരാൾക്ക് ഒരാൾ രണ്ടുപേരിൽ ഒരാൾ കപ്പ് എടുക്കുകയാണെങ്കിൽ അത് രണ്ടുപേർക്കും പാതി എന്നുള്ളത് ഇവർ ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടാണ് വന്നത്. സോ അതുകൊണ്ട് നമ്മളിപ്പോ ഇവര് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ വിചാരിക്കാനും പറ്റില്ല. അതും ഗബ്രി ആയതുകൊണ്ട് ഒരുപക്ഷെ ഈ ഒരു 50 ലക്ഷം അല്ലെങ്കിൽ ടൈറ്റിൽ വിന്നർ ആകുക എന്നതിന് വേണ്ടി ഇവർ ഏത് കുതന്ത്രവും പ്രയോഗിക്കാനും സാധ്യതയുണ്ട്. അതും അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതുവരെയുള്ള ലവ് ട്രാക്കിൽ നിന്ന് ഒരു ബ്രേക്കപ്പ് ട്രാക്ക് എടുക്കുകയാണെങ്കിൽ തന്നെയും അവിടെയും പ്രേക്ഷകരെ പൊട്ടന്മാരാക്കിക്കൊണ്ടുള്ള ഇവരുടെ ഒരു ഗെയിം വരാനുള്ള സാധ്യതയൊക്കെ ഒരുപാടുണ്ട്. ഇവര് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ അയ്യോ ഇനി ഇവര് പിരിഞ്ഞു എന്നൊന്നും കണക്കാക്കണ്ട. ലക്ഷ്യം 50 ലക്ഷമാണ്, ടൈറ്റിൽ വിന്നറാണ്, കപ്പാണ്. രണ്ടുപേരിൽ ഒരാൾ നേടുന്നു, ഷോ കഴിയുന്നു, പുറത്ത് വരുന്നു, അത് പങ്കിട്ടെടുക്കുന്നു. സോ അതുകൊണ്ട് ഏത് വിധത്തിലും ഇവര് ചേർന്നുള്ള ഒരു ഗെയിം ഇനിയും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.